ഇന്ന് ഇവയെ കൂടിയിട്ട് നമ്മൾ ചെറിയ ഔട്ടിങ് പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ ഇവയ്ക്ക് ഒരു കുട്ടി കമ്മൽ നോക്കാനുണ്ട്. ലേശം മോയ്സ്ചറൈസർ, ലേശം സൺസ്ക്രീൻ, ഒരല്പം ലിപ് ബാം. പുറത്തു പോകാനുള്ള ഒരുക്കം റെഡി. എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്ക് ആള് ഹാപ്പിയായി. പെണ്ണാണല്ലോ, ഷോപ്പിങ്ങിനുള്ള കമ്പം കുറവായിരിക്കുമോ. എന്തായാലും വണ്ടിയിൽ പോകുമ്പോൾ സേഫ്റ്റി ഫസ്റ്റ്, അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് നേരെ ഷോപ്പിംഗ്. നമ്മൾ നേരെ പോയത് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. പെട്രോൾ പമ്പിനോട് ചേർന്നുകൊണ്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ ഈ കുട്ടികൾക്കുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. പലതവണ അതുവഴി പോകുമ്പോൾ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഉഷാറ് വെയിലായതുകൊണ്ട് നല്ല ഉഷാറൊരു കണ്ണടയും വാങ്ങി ഞങ്ങൾ നേരെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. കോക്കോമെലൻ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. ഞങ്ങൾ നേരെ പിന്നെ വിട്ടത് SM സ്ട്രീറ്റിലേക്കാണ്. അവിടെ ഒരു സിൽവർ ജ്വല്ലറി ഷോപ്പിൽ കയറി ഇവയ്ക്കുള്ളൊരു കമ്മൽ നോക്കാൻ തുടങ്ങി. കമ്മലെന്ന് കേട്ടത് അവിടെ നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും ആൾക്ക് കണ്ണട നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് വാങ്ങിയ കമ്മൽ. ഡയമണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സാധനമാണ്. കണ്ണാടിയിൽ നോക്കി ക്യൂട്ട്നെസ് കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ കാണിച്ച കോപ്രായമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അയ്യവാ, മണിരത്നം എടുക്കും ഇതുപോലത്തെ ഒരു ഷോട്ട്. എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യ. അടുത്ത സെറ്റ് ഓഫ് ക്യൂട്ട്നെസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടി വെച്ച് മാക്സിമം ഷോ ഇറക്കുന്നുണ്ട്. നട്ടുച്ച പൊരി വെയിലത്ത് ഞങ്ങൾ മുട്ടൈത്തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. അങ്ങനെ നടന്ന് ക്ഷണിച്ചപ്പോൾ നേരെ ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി ഒരു ബട്ടർ ഷേക്ക് കുടിച്ചു. ആദ്യം ഗണപതിക്ക് എന്ന് പറയുന്ന പോലെ ഇവിടെ ആദ്യം ഇവയ്ക്കാണ്. അതിനുശേഷം നമ്മൾ കുടിക്കണോ വേണ്ടയോ എന്ന് അവൾ തീരുമാനിക്കും. സമയം നട്ടുച്ചയാണെങ്കിലും SM സ്ട്രീറ്റ് ഇപ്പോഴും ഓണാണ്. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഇവയുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. കക്ഷി ഇതിന് മുന്നേ മാനിക്യൂൻസ് കണ്ടിട്ടുണ്ടെങ്കിലും മാനിക്യൂൻസ് ഒരു അത്ഭുതമായി തോന്നുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് തൊട്ടും പിടിച്ചും കളിക്കുന്നുണ്ട്. ഇതിനുശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഗോകുലം മാളിലേക്കാണ്. അവിടെ നെസ്റ്റോയിൽ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നേരെ നെസ്റ്റോയിലേക്ക്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറ് നെസ്റ്റോയിൽ നിന്ന് തന്നെയാണ്. ഗ്രോസറീസ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലൊക്കെ ഇപ്പോൾ നെസ്റ്റോയിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. ചില സമയത്ത് നല്ല ഓഫേഴ്സൊക്കെ വരാറുണ്ട്. ഇവിടെ ആകുമ്പോൾ ഒട്ടുമിക്ക പീസസും ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ലെഗ് പീസ് വേണമെങ്കിലോ ഫുള്ളായിട്ട് ചിക്കൻ വേണമെങ്കിലോ ചെസ്റ്റ് പീസ് ആണെങ്കിലോ ഒക്കെ അവർ വേറെ സെക്ഷനായിട്ട് വെക്കാറുണ്ട്. ഫിഷിൻ്റെ കാര്യം അങ്ങനെ തന്നെ, ഒരുവിധം എല്ലാത്തരം ഫിഷും ഇവിടെ അവൈലബിൾ ആവാറുണ്ട്. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെയുള്ള ഷോ അത് വേറെ തന്നെയാണ്. ചുറ്റുമുള്ളതൊന്നും കാണാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിക്കോളും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പാരഗണിൻ്റെ M ഗ്രില്ലിലേക്കാണ് കേട്ടോ. പറയാൻ മറന്നുപോയി, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നോമ്പിൻ്റെ സമയത്താണ് കേട്ടോ. അപ്പോൾ ഒട്ടും തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. വീട്ടിലുള്ളപ്പോൾ ഇവ തനിയെ ഗ്ലാസ് എടുത്ത് കുടിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ കഴിക്കാനായാലും ഒറ്റയ്ക്ക് തന്നെ വാരി കഴിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റായ സന്തോഷമാണ് ഇപ്പോഴാണ് മുഖത്ത് കാണുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചിക്കൻ ബിരിയാണിയാണ്, അതും ലെഗ് പീസ്. അതുകൊണ്ട് പറഞ്ഞു തന്നെ അത് വരുത്തിച്ചു. കിട്ടിയപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി. അമ്മ ഒരു ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. ഒരു ഇറ്റാലിയൻ ഡിഷാണ് പറഞ്ഞത്. പാസ്തയും ബ്രെഡും ഗാർലിക് ബ്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സാധനം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഐറ്റം കൊള്ളായിരുന്നു. നോമ്പിൻ്റെ സമയത്ത് തിരക്കുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ പൊട്ടും എന്ന് വിചാരിച്ചെങ്കിലും ഭാഗ്യം പൊട്ടിയില്ല. ലെഗ് പീസ് കഴിഞ്ഞപ്പോൾ ബിരിയാണിയോടുള്ള ആവശ്യം ഇത്തിരി കുറഞ്ഞോ എന്നൊരു സംശയം. ബാക്കി ഞാൻ കുറച്ച് വാരി കൊടുത്തു. അപ്പോഴത്തേക്ക് കയ്യിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഫേവറേറ്റ് ഐസ്ക്രീം മാംഗോ വാങ്ങിക്കൊടുത്തപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഹാപ്പിയായി. ക്യൂട്ട്നെസ് വാരി വിതറുന്നതിന് പണ്ട് മുതലേ ഒരു ക്ഷമവും ഇല്ല. അങ്ങനെ ഫുഡടിയും ഷോപ്പിങ്ങും എല്ലാ പർച്ചേസും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്.